NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഒരു കാര്യം കൂടി ചേർത്താണ് ഇപ്പോൾ വോട്ടഭ്യർത്ഥന നടത്തുന്നത്. താൻ ജയിക്കുമെന്നായപ്പോൾ CPM-ഉം കോൺഗ്രസും ഗൂഢാലോചന നടത്തി വോട്ട് UDF-ന് മറിച്ചു നൽകാൻ തീരുമാനിച്ചെന്നും അതിൽ ജാഗ്രത പാലിക്കണമെന്നുമാണ് കെ സുരേന്ദ്രന്റെ അഭ്യർത്ഥന. 7 നിയോജക മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ എത്തിപ്പെടാനുണ്ട് എന്ന പട്ടിക തയ്യാറാക്കിയാണ് സുരേന്ദ്രന്റെ അവസാന റൗണ്ട് പര്യടനം പുരോഗമിക്കുന്നത്. ഇരവിപേരൂർ പഞ്ചായത്തിലെ നെല്ലാടും കോയിപ്രം പഞ്ചായത്തിലെ പുല്ലാടും തമ്മിൽ പേരിലെ സമാനതയ്ക്കപ്പുറം സവിശേഷതകളൊന്നുമില്ല. എന്നാൽ ചുറ്റുവട്ട പ്രദേശങ്ങൾ വളക്കൂറുള്ള മണ്ണാണെന്ന് NDAക്ക് അറിയാം. റോഡ് ഷോയ്ക്ക് പുറമെ ഈ മേഖലയ്ക്ക് 2ാം വട്ടവും പര്യടന ഷെഡ്യൂളിൽ ഇടം കൊടുക്കുന്നത് അങ്ങനെയാണ്. അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് ഇമ്പമാർന്ന പ്രചാരണ ഗാനം മുഴങ്ങുമ്പോൾ സമയം 1:15. വരയന്നൂരിലെ പ്രവാസിയായ ഉദ്യാനം വീട്ടിൽ പരമേശ്വരൻ നായരുടെ വീടിന്റെ പൂമുഖത്തൊരുക്കിയ സമ്മേളന വേദിയിൽ കൂടുതലും വനിതകളായിരുന്നു. നട്ടുച്ച വെയിലിൽ വീടിന്റെ മുറ്റത്തും റോഡിലുമൊക്കെയായി കാത്തുനിന്നത് കഴിഞ്ഞ ദിവസം വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു. തുറന്ന വാഹനത്തിലെത്തിയ സ്ഥാനാർത്ഥി എല്ലാവരെയും കൈവീശി പൂമുഖത്തെ വേദിയിലെത്തി. സമയക്കുറവ് കാരണം സമ്മേളനത്തിൻ്റെതായ ഔപചാരികൾ ഒഴിവാക്കിയായിരുന്നു സ്വീകരണത്തിന് ശേഷം ഉദ്ഘാടനം നിർവഹിച്ച സുരേന്ദ്രൻ നേരെ നന്ദി പ്രസംഗത്തിലേക്കാണ് കടന്നുപോയത്. മഞ്ചേശ്വരത്തെ തന്റെ പരാജയം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ഇത്തവണ തനിക്ക് വോട്ടഭ്യർത്ഥിച്ച് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് സുരേന്ദ്രൻ യാത്രയായി. നുകത്തല കോളനിയിലെ സ്വീകരണത്തിന് ഹാരാർപ്പണം നടത്തിയതും മുദ്രാവാക്യം വിളിച്ചതുമെല്ലാം വനിതകളായിരുന്നു. കരിയിലമുക്ക് ജംഗ്ഷനിലെ സ്വീകരണ സ്ഥലത്തെത്തിയപ്പോൾ 4 ആൾ പൊക്കത്തിൽ സ്ഥാനാർത്ഥിയുടെ കൂറ്റൻ കട്ടൗട്ട്. ഇതിന്റെ ചുവട്ടിലായിരുന്നു സ്വീകരണവും. ആലന്തറ, കാഞ്ഞിരംപാറ കോളനികളിലും ഇന്നലെ പര്യടനം പൂർത്തിയാക്കിയിരുന്നു സുരേന്ദ്രൻ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12-ന് പുല്ലാട് ജംഗ്ഷനിലെത്തേണ്ട പര്യടനം വേദിയിലെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞ് 3:15 കൊച്ചുകുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന പ്രവർത്തകർ പൊരിവെയിലത്ത് ഇത്രയും നേരം കാത്തു നിൽക്കേണ്ടി വന്നതിലെ ഖേദം അറിയിച്ച അദ്ദേഹം വരും തലമുറയ്ക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഒരു മാറ്റം അനിവാര്യമാണെന്നും തന്നെ ജയിപ്പിക്കണമെന്നും പറഞ്ഞു. നെല്ലിമല SNDP ശാഖയും ഗുരുമന്ദിരവും സ്ഥാനാർത്ഥി സന്ദർശിച്ചു. വൈകുന്നേരത്തോടെ തുടങ്ങിയ കനത്ത മഴ കാരണം അല്പനേരം സുരേന്ദ്രൻ പര്യടനവും നിർത്തിവച്ചു. തോണിപ്പുഴ, കുറിയന്നൂർ, കീഴൂക്കര, കടമനിട്ട, ആലുങ്കൽ, മുക്കൂട്, നെടുവേരി, ഇലന്തൂർ എന്നിവിടങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയിരുന്നു. BJP സംസ്ഥാന സമിതി അംഗം VS ഹരിചന്ദ്രൻ, OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് മധു പരുമേല, BJP ജില്ലാ സെക്രട്ടറി MG കൃഷ്ണകുമാർ, ആറന്മുള മണ്ഡലം പ്രസിഡന്റ് K അശോകൻ തുടങ്ങിയവരൊക്കെ സുരേന്ദ്രനോടൊപ്പം പര്യടനത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് പത്തനംതിട്ട കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നത്. വീണ ജോർജും ആന്റോ ആന്റണിയും കെ സുരേന്ദ്രനും തിരഞ്ഞെടുപ്പിന്റെ ആവേശ അലയിളക്കി മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം അമിത്ഷാ പത്തനംതിട്ടയിലെത്തി ആവേശം ഉണർത്തിയതുപോലെ കെ സുരേന്ദ്രൻ ശബരിമല അയ്യപ്പന്റെ ഭക്തനാണെന്ന് പറഞ്ഞായിരുന്നു അമിത്ഷാ മടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ BJP ലക്ഷ്യം വയ്ക്കുന്ന സന്ദേശവും ശബരിമല തന്നെയാണ്. അത് എത്രത്തോളം വിശ്വാസം ജനങ്ങളുടെ മനസ്സിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.